നീറ്റ് യുജി പരീക്ഷ റദ്ദാക്കരുതെന്നാവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ. പരീക്ഷ റദ്ദാക്കുന്നത് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെ ബാധിക്കുമെന്നും ക്രമക്കേടുകളിൽ CBI അന്വേഷണം നടത്തുകയാണെന്നും സുപ്രീം കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ പറയുന്നു. അതേസമയം പരീക്ഷകളിൽ വലിയ ക്രമക്കേടുകൾ നടന്നിട്ടില്ലെന്നും കേന്ദ്ര സർക്കാരിന്റെ ന്യായീകരണം. ഇതിനിടെ നീറ്റ് പരീക്ഷ റദ്ദാക്കരുതെന്നാവശ്യപ്പെട്ട് ദേശീയ പരീക്ഷാ ഏജൻസിയും സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചു. നീറ്റ് യുജി പരീക്ഷാ ക്രമക്കേടിൽ പ്രതിഷേധം ശക്തമായിരിക്കെയാണ് പരീക്ഷ റദ്ദാക്കരുതെന്നാവശ്യപ്പെട്ട കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചത്. പരീക്ഷ റദ്ദാക്കുന്നത് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെ ബാധിക്കുമെന്നും ക്രമക്കേടുകളിൽ CBI അന്വേഷണം നടക്കുകയാണെന്നും കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ കേന്ദ്രം അറിയിച്ചു. വലിയ തോതിലുള്ള തെളിവുകൾ ഇല്ലെന്നാണ് കേന്ദ്രത്തിന്റെ വാദം. പരീക്ഷാ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട് നിരവധി ഹർജികൾ സുപ്രീം കോടതിയിലെത്തിയതിനു പിന്നാലെ ഇതിൽ മറുപടി നൽകണമെന്ന് സുപ്രീം കോടതി കേന്ദ്രത്തിനും NTA-ക്കും നോട്ടീസ് അയച്ചിരുന്നു. ഈ നോട്ടീസിലാണ് കേന്ദ്രത്തിന്റെ മറുപടി. പരീക്ഷ റദ്ദാക്കുന്നത് യുക്തിസഹജമല്ലെന്നും ചെറിയ ക്രമക്കേടുകൾ മാത്രമാണ് നടന്നതെന്നും കേന്ദ്ര സർക്കാർ ന്യായീകരിക്കുന്നു. തിങ്കളാഴ്ച നീറ്റ് പരീക്ഷാ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട ഹർജികൾ സുപ്രീം കോടതി പരിഗണിക്കാനിരിക്കെയാണ് കേന്ദ്രത്തിന്റെ വിശദീകരണം. നീറ്റ് യുജി പരീക്ഷ റദ്ദാക്കണമെന്നും NTA പിരിച്ചുവിടണമെന്നും ആവശ്യപ്പെട്ട് നിരവധി ഹർജികളാണ് വിദ്യാർത്ഥികളും സംഘടനകളും സുപ്രീം കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളത്. മാത്രമല്ല, ക്രമക്കേട് പുറത്തുവന്നതിനു പിന്നാലെ നീറ്റ് PG പരീക്ഷ റദ്ദാക്കുകയും പരീക്ഷയുടെ പുതിയ തീയതി ഇന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. ആഗസ്റ്റ് 11-ന് 2 ഷിഫ്റ്റായാണ് പരീക്ഷ നടക്കുക. കൈരളി ന്യൂസ്, ദില്ലി.